ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഷീൻസ് ക്രേസി ക്രേവിങ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പൈനാപ്പിൾ കൊണ്ടൊരു പുളിശ്ശേരിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. പൈനാപ്പിൾ ചെത്തിയെടുത്ത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനിവിടെ പൈനാപ്പിൾ എല്ലാം ഒന്നും എടുത്തിട്ടില്ല, നമുക്ക് ആവശ്യത്തിനുള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് 3 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടണം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ കാണുന്ന അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഓൾ ബട്ടൺ കാണുമ്പം അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാനിവിടെ നല്ല വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് അടപ്പ് വെച്ചൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ വേണം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ജീരകം, 3 ചെറിയ വെളുത്തുള്ളിയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിന്ന് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ ഇതൊന്ന് അടപ്പെടുത്തൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്നുണ്ട്. ഇത് വെന്ത് ഉടഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതിയാവും. നമുക്കിത് ചെറുതായിട്ട് കടിക്കുന്ന പോലെ കിട്ടണം. ഇനി മിക്സർ ജാറിലേക്ക് ഞാൻ തേങ്ങ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അരപ്പിലേക്ക് കുറച്ച് ഉപ്പ് പിടിക്കണം. അപ്പോൾ ഇതിന് ഒന്ന് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കുഴമ്പ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. ഞാനിവിടെ അരച്ചെടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പൈനാപ്പിളിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് പൈനാപ്പിളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ തീ കുറച്ച് വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ ഇതിപ്പം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ തീ കുറച്ചിട്ട് വേണം നമ്മൾ അരപ്പ് ഒഴിച്ച് കൊടുക്കാൻ. പെട്ടെന്ന് തീ കൂട്ടി വെച്ചാൽ ഇത് തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിരിക്കുന്നതുകൊണ്ട് പിരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ബൗളിലുള്ള ബാക്കിയും കൂടെ ഒന്ന് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഉപ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ആറിയതിന് ശേഷം ഞാനിവിടെ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കട്ടത്തൈരാണ്, നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇതിന് കട്ടയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ തൈര് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ടയുള്ള തൈരാണെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഞാനിവിടെ 1/2 കപ്പാണ് തൈരെടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളിത് തൈര് ഒഴിക്കാവൂ. അപ്പോൾ ചൂട് കൂടുതലാണെങ്കിൽ തൈര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തണുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് താളിച്ചെടുക്കണം. ഞാനിവിടെ പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിനി ഉലുവ കടുകൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉലുവയും അതുപോലെ തന്നെ കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ചുവന്ന മുളകാണ്. അത് 2-3 ഇതുപോലെ മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില മുറിച്ച് കൊടുത്ത് താളിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ പൈനാപ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.